ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ഫാഷിസ്റ്റിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് കൂടെ പോകണം. സവർക്കർ എന്ന് പറയുന്ന ആള് തിരുവിതാംകൂറിലേക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. വളരെ സവിശേഷമാണ് ആ കത്ത്. സവർക്കർക്ക് എന്താ തിരുവിതാംകൂറുമായി ബന്ധം? സർ സി പി രാമസ്വാമി അയ്യർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച് നിൽക്കുമ്പോൾ സവർക്കർ അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. സ്വതന്ത്ര രാജ്യമായി നിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ചല്ലോ സർ സി പി. അപ്പോൾ സവർക്കർ അയച്ച കത്തിൽ ഒരു അനുമോദന കത്താണ്. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു. എന്താ എഴുതിയിരുന്നത്? ഒരു സ്വതന്ത്ര ഹിന്ദു രാജ്യം പ്രഖ്യാപിക്കാൻ സന്മനസ് കാട്ടി അങ്ങേ ഹൃദയം തുറന്ന് ഞാൻ അനുമോദിക്കുന്നു. കേരളവും അപ്പോൾ നമ്മളും സവർക്കറുടെ തലോടലേറ്റതിൽ നിന്ന് ഭിന്നമല്ല. സർ സി പിക്കാണ് ആ കത്ത് പോയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ നിറം പറഞ്ഞുകൊണ്ട് ആളുകളെ പുറത്താക്കുന്നല്ലോ, അല്ലെങ്കിൽ നിറം പറഞ്ഞുകൊണ്ട് തമ്മിൽ കലഹിക്കുന്നല്ലോ. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച നമ്മൾ എത്രയോ മനുഷ്യർ, ആരാണ് തൊട്ടിപ്പുറത്തിരിക്കുന്ന ജാതി മതം നമ്മൾ അന്വേഷിച്ചോ? ബെഞ്ചിന്റെ ഒരു ഹിസ്റ്ററി തന്നെ, ബെഞ്ചിന്റെ രാഷ്ട്രീയം തന്നെ അതാണ്. അത് നമ്മൾ 6 പേരിരിക്കേണ്ടടുത്ത് 7 പേരിരുന്നിട്ട് ഒരുത്തനെ ഉന്തിത്തള്ളി താഴെ ഇടുന്ന ഒരു തമാശ കളി പോലും അതിനകത്തുണ്ട് ഇല്ലേ? പക്ഷെ എല്ലാവരെയും നമ്മൾ അതിനകത്ത് ഇവിടെ ഇരിക്കാം, ഇവിടെ സ്ഥലമുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ബെഞ്ച് എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്ക് മലയാളത്തിൽ ലോകത്തെവിടെയും അതിന്റെ ചരിത്രം സ്ഥാപിച്ചത്. ഇരിപ്പിൽ നമ്മൾ അപ്പുറത്തെ ആളുടെ മതവും ജാതിയും ഒന്നും നോക്കിയൊന്നുമില്ല, ഒന്നും അങ്ങനെ നമ്മളെ അലോസരപ്പെടുത്തിയുമില്ല. പക്ഷേ സവർക്കർ ഒരിക്കൽ ഒരു ചരിത്രകാരൻ ഹിന്ദുക്കളെല്ലാവരും കറുത്തവരാണെന്ന് പറഞ്ഞു. അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കറുത്തവരാണെന്ന് പറഞ്ഞു. ഉടനെ സവർക്കറിനെതിരെ വന്നിട്ട് പറയുകയാണ്, അല്ലല്ല, ഞങ്ങൾ ഹിന്ദുക്കൾ വെളുത്തവരാണ്. അത് നമ്മൾ ഇറാനികളുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ കൃത്യമായും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആരുടെ ഒക്കെ പാരമ്പര്യമാണെന്ന്. ഞങ്ങൾ ഇറാനികളുടെ പാരമ്പര്യമാണ്, ഞങ്ങളെല്ലാവരും വെളുത്തവരാണ്. ഞങ്ങളുടേത്, അടുത്ത വാക്കാണ് വളരെ പ്രധാനം, ശ്വേതഭാരതമാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് ശ്വേതഭാരതത്തിൽ ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു രാഷ്ട്രീയ സംഹിതയാണ് നമ്മെ കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. ശ്വേതഭാരതമാക്കാൻ കറുത്തവർക്കാർക്കും സ്ഥലമില്ല ഇവിടെ. അത്തരത്തിൽ സവർക്കറുടെ ഒരു പ്രസ്താവനയുണ്ട്. ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ ഈ ചരിത്രം മുഴുവൻ ഇങ്ങനെ കിട്ടും. ഏതെടുക്കണം നമ്മൾ എപ്പോൾ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം നൽകുന്നത് എന്നുള്ളത്.